നമസ്കാരം സർ. നമസ്കാരം. കോൺഗ്രസ് എപ്പോഴും എല്ലാം സംഭവമായി അല്ലെങ്കിൽ ലോകത്തെ ഫുള്ള് ഞെട്ടിക്കണമെന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലാസ്റ്റ് മണ്ടത്തരങ്ങളിലേക്കാണ് ചെന്ന് കലാശിക്കുന്നത്. അതിന് വീണ്ടും കുറച്ചും കൂടെ നന്നായിട്ട് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട്. അതായത് ബംഗളൂരുവിൽ നടന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇന്ത്യയുടെ ഭൂപടത്തെ, അതായത് മാപ്പിനൊരു വികലമാക്കിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമായി BJP രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുതിയ അപ്ഡേഷനുകൾ എങ്ങനെയാണ്? വളരെ അജന പറഞ്ഞത് 100% സത്യമാണ്. സെൽഫ് ഗോളുകൾ അടിക്കുകയാണ്. പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തണമെന്ന് പറഞ്ഞ് പൊട്ടിപ്പാളീസായി അമിത്ഷാ നല്ല വെടിയുണ്ടകൾ പോലെ ചീറിപ്പായുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു തരിപ്പണമാക്കി രാഹുൽ ഗാന്ധിയുടെ ഈ കപട ഭരണഘടനാവാദങ്ങളെല്ലാം കശക്കി എറിഞ്ഞപ്പോൾ ഒരു ഡിബേറ്റിന് പോലും കഴിവില്ലാതെ മറുപടിയില്ലാതെ വന്നപ്പോൾ തിരിച്ചൊരു മറുപടി പറയാനില്ലാതെ വന്നപ്പോൾ അംബേദ്കറെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രക്ഷോഭം നടത്തി. അംബേദ്കറെ കുറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾ നാഴികയ്ക്ക് ആ പോട്ടം അംബേദ്കർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാഷനാണ്. പക്ഷേ ഞങ്ങൾക്കതല്ല, ഞങ്ങൾക്കിൻ്റെ പാഷനാണ് അംബേദ്കർ. ഞങ്ങൾ അംബേദ്കർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യം ഭാരതരത്ന കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ ചിത്രം, അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് പാർലമെൻറ്റ് ഗ്യാലറി കൊണ്ടുപോയി സ്ഥാപിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി എന്നേ നടപ്പാക്കാമായിരുന്ന ഒരു സ്ഥാപനം സ്ഥാപിച്ചത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ കേരളത്തിൽ നോക്കൂ, കുറേ തിരുവനന്തപുരത്തെ പത്രത്തിൽ വാർത്ത വരാനില്ല. തിരുവനന്തപുരത്ത് കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നുള്ള വാർത്ത കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ അപ്പോൾ തന്നെ വിട്ടു. പട്ടികജാതി വിഭാഗത്തിൻ്റെ ആണോ ന്യൂനപക്ഷത്തിൻ്റെ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും സബ്ജക്റ്റ് ടു കറക്ഷൻ ശ്രദ്ധയിൽപ്പെട്ട് ഉടനെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുക. കേരളത്തിലൊരൊറ്റ മാധ്യമം കൊടുത്ത വാർത്തയല്ല. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് വനാവകാശ നിയമം കൊണ്ടുവന്നതാരാണ്? നടപ്പാക്കിയതാരാണ്? മൻമോഹൻ സിംഗ് ആണത് കൊണ്ടുവന്നത്. പക്ഷെ നടപ്പാക്കിയതാരാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ്, BJP ആണ് നടപ്പാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ആ നടപടികൾ ചെയ്യുകയല്ല, ചുമ്മാ അതര വ്യായാമം നടത്തുകയല്ല BJP ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസ് ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ സ്ഥലം ചൈന കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബലഗാവ് സമ്മേളനം, മഹാത്മാഗാന്ധി ഒരേ ഒരു തവണ മാത്രമേ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ AICC സമ്മേളനങ്ങളെന്നാണ് പറയുന്നത്, അന്നേ ഒരൊറ്റ സമ്മേളനത്തിൽ മാത്രമേ അധ്യക്ഷത വഹിച്ചുള്ളൂ. അത് കർണാടകയിലെ ബലഗോവയിൽ നടന്ന സമ്മേളനത്തിലാണ്. അതിൻ്റെ അനുസ്മരണം ആഘോഷമായിട്ട് കൊണ്ട് നടത്താനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ മരണത്തെ തുടർന്ന് ഈ BJP ഗവൺമെൻറ് തന്നെ 7 ദിവസത്തെ ദുഃഖാചരണം കൊണ്ടുവന്നത് മൂലം അത് മാറ്റിവെക്കുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് അവരൊരു ഭൂപടം അവിടെ തയ്യാറാക്കി. ആ ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂപടമല്ല. ഇനി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാവനയിലുള്ള ഭൂപടമാണെന്ന് അറിയാൻ വയ്യ. ഏറ്റവും കട്ടിംഗ് ദ സൗത്ത് എന്നും പറഞ്ഞ് ഇന്ത്യയുടെ ഭൂപടമൊക്കെ തയ്യാറാക്കി. സൗത്തിനെ ഞങ്ങളിങ്ങ് എടുത്തു എന്നും പറഞ്ഞ് കുറേ വിപ്ലവകാരികൾ. അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങളൊക്കെ ഇന്ത്യയിൽ ചേർത്തുകൊണ്ട് ഭൂപടത്തെ വികലമാക്കി എന്ന് പറയുന്നത് ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കുന്ന ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള കുറ്റമാണ്. അതായത് ഇന്ത്യയുടെ ഭാരതീയ ന്യായ സംഹിതയുടെ 174 വകുപ്പ് പ്രകാരം ശിക്ഷിക്കാവുന്ന കേസാണ്. നടപടിയെടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിന് എടുക്കാം, ഇവരെ പൂട്ടാം. ഇത് പ്രസിദ്ധീകരിച്ചതിന് ആരാ ഉത്തരവാദിയായിട്ട് വരിക? AICC പ്രസിഡൻ്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ്. ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഈ BJP ഗവൺമെൻറ്റിനെതിരെ, രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ ആക്രോശങ്ങൾ നടത്തിയതും ആലോചിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ഇങ്ങനൊരു പ്രതികാരം ചെയ്തേനെ. BJP ഇതുവരെ എതിർത്തിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഭൂപടം പോലും, നിങ്ങൾ ഭരണഘടന വായിച്ചിട്ടില്ല, അത് പോട്ടെ, ഭരണഘടനയ്ക്ക് എത്ര പേജുണ്ടെന്ന് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പാർലമെൻറ്റിൽ മറുപടിയില്ലായിരുന്നു. പോട്ടെ, നിങ്ങൾ ഭാരത് ജോഡോ യാത്ര നടത്തിയെന്നാണ് പറഞ്ഞത്. ഇന്ത്യ മുഴുവൻ പോയിട്ട് പഠിക്കാൻ വേണ്ടി. ഇത്രയും പഠിച്ചിട്ടും ഭാരതം എവിടെ മുതൽ എവിടെ വരെ ഉണ്ടെന്നറിയാൻ വയ്യേ നിങ്ങൾക്ക്? പാകിസ്ഥാൻ അവകാശപ്പെടുന്ന ഗിൽഗിത്ത്, മുസഫറാബാദ്, അതുപോലെ തന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ മുഴുവൻ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ? അതെല്ലാം പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് ചേർത്ത് അതങ്ങ് വിട്ടുകൊടുത്തതാണോ കോൺഗ്രസ്? അവരുടെ കുടുംബം കിച്ചൺ ക്യാബിനറ്റിനകത്ത് എന്നറിയില്ല. നരേന്ദ്രമോദി അറിയാതെ ഇന്ത്യ മുഴുവൻ ഞങ്ങളുടേതാണെന്നുള്ള ധാർഷ്ട്യത്തിലാണല്ലോ നടക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന OBC-കാരൻ ഇന്ത്യ ഭരിക്കാൻ എന്തധികാരം? ഞങ്ങൾ സവർണ ഹിന്ദുക്കളുണ്ട്, അവർ ഭരിച്ചോളും ഇന്ത്യ എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊന്നും ഇന്ത്യയുടെ ഭാഗമല്ല, ഇതൊക്കെ പാകിസ്ഥാന് ഞങ്ങൾ വിട്ടുകൊടുത്തു.
എനിക്കറിയില്ല അങ്ങനെ ഒരു പാരലൽ ഗവൺമെൻറ്റാണ്. ഇന്ത്യയുടെ ഭൂപടം എന്ന് പറഞ്ഞ വ്യവസ്ഥാപിത മാർഗത്തിൽ നെഹ്റുവിൻ്റെ കാലം മുതലേ നമ്മൾ സ്വീകരിച്ചൊരു ഒരു ഭൂപടമുണ്ട്. നമ്മളൊക്കെ പഠിച്ചതാണ് ഇന്ത്യയുടെ മാപ്പ്. അത് തെറ്റിച്ച് വരച്ചാൽ മറ്റു രാജ്യങ്ങളോട് നമ്മൾ അതിനെതിരെ പ്രതിഷേധം ഉയർത്താറുണ്ട്, ഡിപ്ലോമാറ്റിക് നടപടി സ്വീകരിക്കാറുണ്ട്, എംബസിയിൽ നിന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കാറുണ്ട്. ചൈനയോട് പോലും അങ്ങനെ ചെയ്തിരുന്നു. ചൈന രാഷ്ട്രീയമായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗങ്ങളെ, പാകിസ്ഥാൻ്റെ ഓക്കുപ്പൈഡ് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് മാറ്റി വരച്ചപ്പോൾ പ്രതിഷേധിച്ച നമ്മൾ ഇപ്പോൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പാർട്ടിയോട് ഭൂപടം വരയ്ക്കാൻ, പഠിക്കാൻ, പറയാൻ നിർബന്ധരാകുകയാണ്. അല്ലെങ്കിൽ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഈ പറഞ്ഞ പോലെ ഭാരതീയ ന്യായ സംഹിതയുടെ 74-ാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ദേശീയ പതാകയിലെ നിറങ്ങൾ മാറ്റിയിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത്ര വിവരക്കടയാണ്. അതും ചില കോൺഗ്രസ്സുകാർ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഇന്ത്യയുടെ ഗ്രാമർ പോലും, ഇന്ത്യയുടെ അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയാൻ വയ്യാത്ത കൊച്ചു കുട്ടികൾക്ക് പറയാം ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ വൃത്തിയായിട്ട് വരച്ച് വയ്ക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ ധാരാളമായിട്ട് നമുക്ക് അവൈലബിൾ അല്ലേ ഇന്ത്യയുടെ ഭൂപടം നോക്കി വരയ്ക്കാൻ വേണ്ടി ശരിയായിട്ട്. ഇതിന് എനിക്ക് തോന്നുന്നു ഗൂഗിൾ യൂണിവേഴ്സിറ്റി പോയി നോക്കിക്കാണും. അപ്പോൾ പാകിസ്ഥാൻ പ്രസിദ്ധീകരിച്ച ഭൂപടമാണ് അവർക്ക് കിട്ടിയത്. പണ്ടിവിടെ മലയാളം മിഷൻ സമ്മേളനം നടന്നപ്പോൾ CV രാമൻപിള്ളയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. നേരെ പോയി രാമൻ എന്നും പറഞ്ഞ് ഗൂഗിൾ യൂണിവേഴ്സിറ്റി തപ്പി കിട്ടിയത് ഡോക്ടർ CV രാമൻ. അതങ്ങ് വെച്ച് കൊടുത്തു. CV രാമൻപിള്ള എന്ന് പറയുന്ന മലയാള സാഹിത്യകാരന് പകരം നമുക്ക് ഫിസിക്സിൻ്റെ നൊബലിസ്റ്റായിട്ടുള്ള കർണാടകക്കാരനായിട്ടുള്ള CV രാമൻ്റെ പടം കാണിച്ചു തന്നു മലയാള മിഷൻ. ആ വിഡ്ഢിത്തം ചെയ്ത ആളിപ്പോൾ കേരളത്തിലെ PSC അംഗമാണ് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. PSC അവരാണ് ഈ പിള്ളേരെയൊക്കെ പൊതുവിജ്ഞാനമൊക്കെ പരീക്ഷിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്ര വിവരമില്ലാത്ത ആൾക്കാരെ കൊണ്ട് ഇത്ര നിരുത്തരവാദപരമാണോ ഈ മഹാത്മാഗാന്ധിജി പങ്കെടുത്ത ഒരു മഹത്തായ സമ്മേളനത്തിനെ നിങ്ങൾ കാണുന്നത്? ഇത്ര വിഡ്ഢിത്തം ഇത് സംഭവിക്കാൻ പാടുള്ളതാണ്. നിങ്ങൾ ഈ മോദിയെ എതിർക്കുന്ന ആവേശം, സംഭലിൽ പോകാൻ കാണിച്ച ആവശ്യം, നരേന്ദ്രമോദി മണിപ്പൂരിൽ പോകണമെന്ന് പറയാൻ കാണിച്ച ആവേശം, ബ്രൂക്ലിൻ യൂണിവേഴ്സിറ്റി പോയി ഇന്ത്യാവിരുദ്ധ പ്രസംഗം നടത്താൻ കാണിച്ച ആവേശം, അതുപോലെ ഫിലാഡൽഫിയയിൽ പോയി ഇന്ത്യാവിരുദ്ധ പ്രസംഗം നടത്താൻ കാണിച്ച ആ ആവേശം, ചൈനയുമായിട്ട് രഹസ്യ കരാർ ഒപ്പിടാൻ കാണിച്ച ആവേശം, അദാനി എന്ന് പറയുന്ന വ്യവസായിയുടെ പേരിൽ 7 ദിവസം പാർലമെൻറ്റ് തകർക്കാൻ കാണിച്ച ആ ആവേശം, ഭീകരവാദികൾ പാർലമെൻറ്റ് പുറത്തു നിന്നേ തകർത്തുള്ളൂ, രാഹുൽ ഗാന്ധിയും കൂട്ടരും അകത്തു നിന്ന് തകർക്കാൻ കാണിച്ച ആവേശം, ബോക്സിംഗ് പഠിച്ചു എന്നുള്ള അഹങ്കാരത്തിൽ പാർലമെൻറ്റിലെ സീനിയർ മെമ്പർമാരെ ഇടിച്ച് തറയിലിട്ട കാണിച്ച, പാവപ്പെട്ട ഒരു ആദിവാസി സ്ത്രീ MP ആയിട്ട് അവിടെ നിന്നതുകൊണ്ട് അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ടും കൈ ഓങ്ങിക്കൊണ്ടും ചെയ്യാൻ കാണിച്ച ആവേശം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ബഹുസ്വര രാഷ്ട്രത്തിൻ്റെ ഒരു ഭൂപടം വരയ്ക്കുന്നതിൽ കാണിക്കാതിരിക്കുന്നത്? എന്തും രാജ്യദ്രോഹവും എന്തും നാണക്കേടുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രതാപമുള്ള കക്ഷിയെന്ന് അവകാശപ്പെടുന്ന, ഏറ്റവും പഴക്കമുള്ള കക്ഷിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് തല കുനിച്ചല്ലേ നിങ്ങൾക്കിനി നടക്കാൻ പറ്റൂ? തല ഉയർത്തി നടക്കാൻ പറ്റുമോ? പാർലമെൻറ്റിലേക്ക് നിങ്ങളെ ഈ ബോഡി പ്രദർശിപ്പിക്കാൻ വേണ്ടി T-ഷർട്ട് വിട്ടുകൊണ്ട് പോകുന്നുണ്ടല്ലോ, അതല്ല ജനാധിപത്യം, അതല്ല ഭരണഘടന. ഇന്ത്യ എന്താണെന്നറിയുക. അത് നിങ്ങളുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിനുള്ള വിവേകമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. അല്ലാതെ ഈ ബോക്സിങ് താരമാണ്, അതുപോലെ 6 പാക്ക് മോദി പ്രകടിപ്പിച്ചു എന്നാണ് പ്രിയങ്ക ഗാന്ധി വന്നത്. അതിനേക്കാൾ 6 പാക്കാണ് താനെന്ന് കാണിക്കാനുള്ള ആവശ്യത്തോടു കൂടി എന്നും യുക്രൈനിലെ സെലൻസ്കിയെ പോലെ ഒരു T-ഷർട്ട് വിട്ടുകൊണ്ട് പാർലമെൻറ്റിനകത്തേക്ക് പോകുന്നത്. എന്തായാലും ഒരു ഷർട്ട് വാങ്ങിക്കാൻ കാശില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്നാരും വിശ്വസിക്കുന്നില്ല. അവിടെ ചെന്ന് തൻ്റെ ഈ ശരീര പ്രദർശനം, അതിനുള്ള ആ ഒരു ആവേശമൊക്കെ ഉണ്ടല്ലോ, കുറച്ച് പൊതുവിജ്ഞാനം സമ്പാദിക്കാനും സ്വന്തം മാതൃരാജ്യത്തിൻ്റെ ഭാരതമാതാവിൻ്റെ ചിത്രം വികലമാക്കാതിരിക്കാനും നിങ്ങളുടെ നേതൃപാഠവും ആ രംഗത്തേക്ക് കൂടി വിനിയോഗിക്കേണ്ടതാണെന്ന് വിനീത നമ്രനായി അപേക്ഷിച്ചു പോകും.